ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. നമുക്ക് ഇന്നൊരു ചോളത്തിൻ്റെ റെസിപ്പിയാണുള്ളത്. ഈ ചോളം നമ്മളിൽ പലരും കഴിച്ചിട്ടുണ്ടാവും, എന്നാൽ ഇത് കഴിക്കാത്തവരും കാണും. അവർക്ക് കൂടി വേണ്ടിയാണ് ഈ വീഡിയോ. എന്നാൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഇനി നമുക്ക് ചോളം എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ തൊലിയും നാരുകളെല്ലാം കളഞ്ഞിട്ട് നമുക്കൊന്ന് വൃത്തിയാക്കിയെടുക്കണം. ഇതിൻ്റെ തൊലി കളയാൻ കുറച്ച് പാടാണ്, എന്നാലും പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാവുന്നതാണ്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കണം. ഞാനിവിടെ 2 ചോളാണ്, 2 വലിയ സൈസ് ചോളാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, 2 വലിയ സൈസ് ചോളാണ്. അത് കഴുകി എടുക്കുന്നുണ്ട്. കഴുകിയെടുത്തതിന് ശേഷം ഞാനിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഇത് വേണമെങ്കിൽ വെള്ളത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഞാനൊരു ഇഡ്ഡലി തട്ട് അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഈ ചോളം 2 ചോളം 4 കഷ്ണമാക്കിയിട്ടാണ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഈ ചോളം വേവുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ പുരട്ടാനുള്ള മസാല കൂട്ടുകൂടി തയ്യാറാക്കാം. കുറച്ച് മുളക് പൊടി, ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു അരമുറി നാരങ്ങയാണ്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചോളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് മസാല കൂട്ടില്ലേ, ആ ചൂട് ചോളത്തിലേക്ക് നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഈ മസാലപ്പൊടിയില്ലേ, അത് നാരങ്ങ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചോളത്തിലേക്ക് പുരട്ടി കൊടുക്കുന്നത്. അതും ചെറു ചൂടോട് കൂടി തന്നെ ചെയ്യണം, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ നമ്മുടെ മസാല ചോളം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. താങ്ക് യു.